ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ടോപ്പ് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഇതേപോലെ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്ത് 4ആയിട്ട് മടക്കിയിടുക. ലൈനിങ് ചുരിദാറാണേ. അപ്പോഴത്തേന് ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഫോൾഡ് വശം നമ്മളുടെ ഭാഗത്തേക്കും ഓപ്പൺ മറു സൈഡിലേക്കുമാണ് വരേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകളൊക്കെ കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ ഇത് ഫുള്ളറക്കം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മെയിൻ തുണിക്ക് 43 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. ഇതിന് ലൈനിങ്ങിന് നമുക്ക് അതിനേക്കാൾ 2 ഇഞ്ച് കുറച്ചാണ് വരേണ്ടത്. എങ്കിൽ ഇതിലിപ്പോൾ 39 ഇഞ്ച് ഇറക്കമേ വന്നിട്ടുള്ളൂ. ഉള്ളത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ ഷോൾഡർ ഇവിടെ അടയാളപ്പെടുത്തുന്നത് 7.25 ഇഞ്ചാണ്. 7.25 വരുന്നതെന്ന് പറഞ്ഞാൽ 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്താണ് വരണത്. അതിനുശേഷം ഷോൾഡർ സ്ട്രിപ്പ് 4.25 ഇഞ്ച് വന്നിട്ടുണ്ട്. അതായത് 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3.5 ഇഞ്ച് ഷോൾഡർ സ്ട്രിപ്പുമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 7.25 വരുന്നത് അങ്ങനെയാണ്. അത് താഴോട്ടും മാറ്റി ആ 7.25 നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആം ഹോള് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോള് 7.5 വന്നിരിക്കുന്നത്. ഇത് അളവുടുപ്പിൽ നിന്ന് എടുത്ത അളവാണേ. അപ്പോൾ 7.5 അത് അടയാളപ്പെടുത്തി കൊടുത്തു. മറു സൈഡിലേക്ക് മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി അതൊരു സ്ക്വയറാക്കി വരച്ചെടുക്കാം. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് 7.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ലേ, ആം ഹോൾ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ പകുതി കാണുക. അപ്പോഴത്തേന് നമുക്കിതിങ്ങനെ ഇത് മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പകുതി കണ്ടു. 3.25 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് 11.5 ഇഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ്. ആ 11.5 ഇഞ്ചും അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ആം ഹോൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ആം ഹോൾ കർവ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 3.5 ഇഞ്ച് അത് അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ നെക്ക് ഇപ്പം കട്ട് ചെയ്യുന്നില്ല. അത് നമുക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആ 3.5 നമുക്ക് നെക്ക് വിഡ്ത്ത് വന്നിരിക്കുന്നത്. ബാക്കി ഭാഗം ഷോൾഡർ സ്ട്രിപ്പാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 3/4 ഇഞ്ച് കൂടെ കൂട്ടി 3.5യുടെ കൂടെ ഒരു 3/4 കൂടെ കൂട്ടി അവിടെ 4.25 വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ 7.25 വന്നത്. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3.5 ഇഞ്ച് ഷോൾഡർ സ്ട്രിപ്പുമാണ്. പിന്നെ 3/4 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൊടുത്തേക്കുന്നു. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കണം. നെക്ക് വിഡ്ത്തിൻ്റെ അങ്ങോട്ട് ഈ വീഡിയോയിൽ കാണിച്ച് അതേപോലെ. അതിനുശേഷം നമുക്ക് ആ ഷോൾഡർ സ്ലോപ്പിൻ്റെ അവിടുന്ന് താഴോട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ കൊടുക്കണം. മുകളിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മളിങ്ങനെ ആം ഹോൾ കർവ് ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മൾ 1/4 ഇഞ്ച് മാറ്റി 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തില്ലേ, അവിടെ നിന്ന് ഇതേപോലെ കർവായിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കണം. ആ 11.5 ഇഞ്ച് ചെസ്റ്റ് അളവ് കൊടുത്തിടം വരെ. അപ്പോഴത്തേക്ക് നമുക്കവിടെ വേണ്ടത് 10 ഇഞ്ചാണ് ആം റൗണ്ട് വന്നിരിക്കുന്നത്. ആ 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 2.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് അളവിൻ്റെ അവിടുത്തെ 2.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഷേപ്പിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷം താഴെയിട്ട് ഇതേ രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പിൻ്റെ ലെങ്ത്. അപ്പോൾ അത് ഒരു 14.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 15 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ലെങ്തിൻ്റെ അടയാളപ്പെടുത്തി ഇനി അതിൻ്റെ വിഡ്ത്ത്
അതിപ്പോൾ ഇവിടെ 10.5 വേണ്ടത്. 10.5യുടെ കൂടെ ഒരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൂടുതൽ കൊടുത്തേക്കുന്ന ഉള്ളിലോട്ട് മടക്കി തയ്ക്കുന്നതുകൊണ്ടാണ്. ഇപ്പം 10.5 എന്നുള്ളതിനെ ഞാൻ ആദ്യം 11 ഇഞ്ചാണ് അവിടെ അടയാളപ്പെടുത്തി, അതാണ് മാറ്റി ഇപ്പോൾ ഒന്നുകൂടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 10.5 ഇഞ്ചാണ് ഷേപ്പിൻ്റെ ലെങ്ത്. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് 14.5ആണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 15ആണ്. ഷേപ്പിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 10.5 ഇഞ്ചാണ്. 10.5യും 2.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്ലിറ്റിൻ്റെ ലെങ്ത് നമുക്ക് ഇപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 18.5ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടി 19 എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലിറ്റാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 19 ഇഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വിഡ്ത്ത്, സ്ലിറ്റിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ കിട്ടുന്നത് 11 ഇഞ്ചാണ് വേണ്ടത്. അതിന് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുത്താൽ മതി. സ്ലിറ്റ് തയ്ക്കുമ്പോഴത്തേനും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്താൽ മതി. കണ്ടില്ലേ? ഇനിയിപ്പം നമുക്ക് താഴ്ഭാഗത്തോട്ട് ബോട്ടം എത്ര വരുന്നതെന്ന് നോക്കാം. ബോട്ടം ഭാഗം ഉണ്ടല്ലോ, അവിടെ എത്രയാണ് അതിൻ്റെ വീതി വരുന്നതെന്ന് നോക്കണം. അവിടെ ഒരു 12 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ 12 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ ആഡ് ചെയ്ത് കൊടുക്കണം. 12ആണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 13 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കണം. വരച്ചിട്ട് അതേ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വീഡിയോ കാണിച്ച അതേ രീതിയിൽ അങ്ങോട്ട് വരച്ചെടുക്കണേ. കണ്ടില്ലേ? ഇതേ രീതിയിൽ ഇങ്ങനെ വരച്ചെടുക്കാം. വരച്ചിട്ട് ഏറ്റവും താഴ്ഭാഗത്തേക്ക് നമ്മൾ ആ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ആ തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, ആ ഭാഗത്തേക്ക് കണ്ടില്ലേ, അത് അടുത്ത ഭാഗം ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് ആഡ് ചെയ്തേക്കുന്ന ആ ഭാഗമാണ്. ഇനിയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് തൊട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കാം. മറ്റടുത്ത് 2 ഭാഗത്തും ചെസ്റ്റ് അളവിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയും നമ്മൾ 2 or 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റ് ഭാഗം മാത്രം 1 ഇഞ്ച്, താഴ്ഭാഗത്ത് ബോട്ടം ഭാഗം വരുമ്പോൾ 1 ഇഞ്ച് കൊടുക്കാം. കാരണം അവിടെ മടക്കി സ്ലിറ്റ് തയ്ക്കുമ്പോഴത്തേന് അതാണ് കറക്റ്റായിട്ട് വൃത്തിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ച അതേ രീതിയിൽ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ അടിഭാഗത്ത് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തിരുന്നില്ലേ അവിടെ, അതങ്ങ് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ബാക്കി ഭാഗം ഫുള്ളും നമ്മളിപ്പോൾ വീഡിയോ കാണിച്ച അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ലെവലാക്കി വയ്ക്കുക. കറക്റ്റ് ലെവലാക്കി വെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പിന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വന്നതിന് ശേഷം നമ്മൾ അവിടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് കൊടുത്തിട്ടില്ല 1/2 ഇഞ്ച്, അതങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഭാഗത്ത് നമ്മൾ നെക്കിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ ആ ജോയിൻ്റ് ഉണ്ട്, ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. കണ്ടില്ലേ ആ ഭാഗം? ഇതിപ്പോൾ രണ്ട് പീസാണ് കിടക്കുന്നത്, ഫ്രണ്ടും ബാക്കും വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ നല്ല തുണി കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് നല്ല തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ആ സ്ലിറ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, മനസ്സിലാവാൻ വേണ്ടി. സ്ലിറ്റും ഓപ്പൺ പിന്നെ അതേപോലെ നമ്മുടെ ആ ഷേപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാകാം തയ്ക്കാൻ നേരം, അതിനു വേണ്ടിയാണ്.
നല്ല പീസാണ്. അതിപ്പം നമുക്ക് ആ ഫ്രണ്ട് പാർട്ട് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളിത് കറക്റ്റ് രണ്ടാക്കി ലെവലാക്കി വെച്ചു. ഇപ്പം 43 ഇഞ്ച് ഇറക്കമാണ് ഇതിന് വേണ്ടത്. അപ്പം നമ്മൾ അതിനായിട്ട് മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴോട്ട് ഒരു 43 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ താഴ്ഭാഗത്ത് വർക്ക് വരുന്നുണ്ട് അല്പം. അത് നമുക്ക് പിന്നീട് ആ തയ്ക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് തയ്ക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മോളിൽ നിന്ന് കുറച്ചെടുക്കുമ്പോഴത്തേനും കഴുത്ത് അതുപോലത്തെ ഡിസൈനാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി ഇടുമ്പോഴത്തേനും ആ കഴുത്തിൻ്റെ ആ ഡിസൈൻ വന്നിരിക്കുന്നതെല്ലാം കറക്റ്റ് ഒരേ ലെവലിൽ വരണം. നമ്മൾ ഈ മുകളിൽ കാണിക്കുന്ന അതേ രീതിയിൽ തന്നെ ബാക്ക് ഭാഗത്തും കറക്റ്റായിട്ട് വന്നിരിക്കണേ. അതിനുശേഷം നമ്മൾ ഈ ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വേണം വയ്ക്കാൻ. നമ്മൾ ഒരു 43 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ ഏറ്റവും മുകളിലോട്ട്, ആ ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത ലൈനിങ് തുണി കറക്റ്റായിട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ലൈനിങ് തുണിയുടെ അതേ കറക്റ്റ് അളവിൽ ഇപ്പോൾ ഞാൻ വരച്ച് കണ്ടില്ലേ താഴോട്ട് വരച്ചതിന് ശേഷം നമുക്ക് ഒരു അല്പം വ്യത്യാസത്തിൽ വേണം, കൂട്ടി വേണം മെയിൻ തുണി എടുക്കാൻ. കാരണം തയ്ച്ച് വരുമ്പോഴത്തേനും അത് ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്കത് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണേ. കണ്ടില്ലേ? ഇപ്പോൾ ഇതേപോലെ ഒരല്പം നീട്ടി ഇട്ടിട്ട് വേണം തയ്ക്കാൻ. നമുക്ക് ജോയിൻറ്റ് ചെയ്ത് ലൈനിങ്ങും ഇതും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റും. നമ്മളിങ്ങനെ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടില്ലേ ഫ്രണ്ട് പീസിൻ്റെ ആ ഡിസൈൻ വന്നിരിക്കുന്നത്. ആ രണ്ട് വശവും ഒരേപോലെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതേപോലെ വേണം നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഡിസൈനുകളൊക്കെ നോക്കി കറക്റ്റ് ലെവലാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ആ ഫ്രണ്ട് പീസിൻ എടുത്ത് ബാക്ക് പീസിൻ്റെ പുറത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് ഇനി അതേ രീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തല്ലോ, ആ കട്ട് ചെയ്തെടുത്ത ആ പീസാണ് ഇപ്പം ഞാൻ ഈ ബാക്ക് പാർട്ടിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ? ഫുള്ളും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മധ്യഭാഗം നമ്മളിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തു ചെറുതായിട്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്.
അപ്പോൾ ഇതിന് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മളിതുപോലെ ലൈനിങ്ങും നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് തുണി ഇതേപോലെ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടേക്കുകയാണ്. 4ആക്കി മടക്കിയിട്ടു. ഫോൾഡ് വശം നമ്മുടെ ഭാഗത്തേക്കും ഓപ്പൺ ഭാഗം മറു സൈഡിലേക്കാണ് വന്നേക്കണേ. അപ്പോൾ ഇതിലൊരു 13 ഇഞ്ചൊക്കെ വന്നിട്ടുള്ളൂ. 13-14 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോഴത്തേനും നമുക്കിത് ഇറക്കം ഇച്ചിരി കൂടെ വേണം. അവരുടെ അളവ് 18 ഇഞ്ചോളം കൈക്ക് വന്നിട്ടുണ്ട്. അത്രയും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ വേറെ ജോയിൻ്റ് കൂടെ ചെയ്ത് വേണം തയ്ക്കാൻ. അപ്പോൾ ഈ താഴോട്ടൊരു അപ്പോൾ 2 ഭാഗങ്ങളും ആ കറക്റ്റ് അളവ് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ആ ഓപ്പൺ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊരു 3.5 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തി കൊടുത്തേ. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴ്ഭാഗത്ത് നമ്മുടെ ആ റൗണ്ട് വരുന്നിടത്ത് ഒരു 6.5 ഇഞ്ചുണ്ട്, അതും അടയാളപ്പെടുത്തി കൊടുക്കാം. 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം അവിടെ നമുക്ക് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു കർവ് പോലെ ആ 3.5 അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഇതേപോലെ വീഡിയോ കാണിച്ച അതേ രീതിയിലൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതേപോലെ ഒന്ന് അളന്നു കൊടുക്കണം. അളന്നു നോക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് ആം റൗണ്ട് വന്നേക്കുന്നത്. ആ 10 ഇഞ്ച് അവിടെ ഉണ്ടോ നോക്കാം. അത് കഴിഞ്ഞ് ബാക്കി ഭാഗം നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നുണ്ട്. ഇനി നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തില്ലേ, അവിടെ തൊട്ട് മുകളിലോട്ട് ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൈനിങ് പീസ് അല്ല, ഇത് നല്ല തുണിയാണ്. ലൈനിങ് പീസ് സ്ലീവിന് വെക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൈ ഞാൻ കുഴിച്ച് വെട്ടുന്നൊന്നുമില്ല. ഓക്കെ.